ഇതൊരു ചെറിയ റംബൂട്ടാൻ മരമായിരുന്നു കേട്ടോ. ഇപ്പം ദേ എനിക്ക് അതിൻ്റെ ചോട്ടിലല്ല, ഞാൻ അതിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പാകത്തിന് അത് വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിലേക്ക് നോക്കിയാൽ ഭയങ്കര വെയിലാണ്, നമുക്ക് നോക്കാൻ പറ്റാത്ത അത്രയും ചൂടും വെയിലുമാണ്. ആ ഒരു സമയത്താണ് ഞാൻ ഈ റംബൂട്ടാൻ്റെ ചോട്ടിലിരിക്കുന്നത്. ഇവിടെ വേറെ മരങ്ങളൊന്നുമില്ല, നമ്മുടെ ഈ റംബൂട്ടാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇതേ ഇരിക്കുമ്പോൾ ഒട്ടും തന്നെ ചൂടോ വെയിലോ നമുക്ക് ഏൽക്കാത്ത രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യം നട്ടതെങ്കിലും ഇപ്പം നമുക്കിത് റംബൂട്ടാൻ നിറയെ കായ്ച്ച് നമുക്ക് നിറയെ കായകളും തരുന്നുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ ഇതേ കുറച്ച് ദിവസം മഴ, അതായത് 1-2 ദിവസത്തെ മഴ കിട്ടിയപ്പോഴേക്കും നമ്മുടെ റംബൂട്ടാൻ ഇതേ കൊഴിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ കുറേ ഇതേ നിലത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറേയൊക്കെ കൊഴിഞ്ഞു വീണിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പെയ്ത മഴയിലാണ് കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വെറുതെ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ കായ ആകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല കറയാണ് കേട്ടോ. അതെ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പിള്ളേർ കഴിച്ച് നോക്കിയപ്പോൾ ചെറിയ മധുരം ഉണ്ടെന്നും പറഞ്ഞു കേട്ടോ. അതെ, ഇതുപോലെ ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ കുറച്ചുകൂടി വലുതായിട്ടുണ്ടായിരുന്നു. അതെ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ ഫ്ലഷും സീഡുമായിട്ട് ഇങ്ങനെ വേർതിരിഞ്ഞ് വരും കേട്ടോ. ഇങ്ങനെയാണ്, ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കൊഴിഞ്ഞു പോവുകയും കൂടി ചെയ്യുകയാണ്. പക്ഷേ കൊഴിഞ്ഞു പോയാലും നമുക്ക് കുറേയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എല്ലാവരുടെയും വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അവിടെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ എന്താ ചെയ്യാമെന്നൊന്ന് പറഞ്ഞു തരണേ. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഈ കൊഴിഞ്ഞു പോകുന്നതിന് എന്താ ചെയ്യുന്നത്, ചിലരിങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഞാൻ അതൊന്നും ഇതിൻ്റെ ഉള്ളിൽ പ്രയോഗിച്ചിട്ടില്ല. നമുക്ക് ജൈവപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.